അങ്ങനെ ഓസ്ട്രേലിയൻ ട്രിപ്പ് അവസാനിപ്പിച്ച് ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും നമസ്കാരം. ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മലേഷ്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും പുതിയ എയർബസ് 330 നിയോ വിമാനത്തിലാണ്. ബിസിനസ് ക്ലാസ് അല്ല, എക്കണോമിയിലാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ എക്കണോമി അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോലാലംപൂർ പോകുന്നു. കോലാലംപൂരിൽ നമ്മൾ എയർ ഏഷ്യയിൽ നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ഏകദേശം 2 മാസത്തോളമായി ഞാൻ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് തിരിച്ചു പോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് 9 മണിക്കൂർ യാത്രയുണ്ട് കോലാലംപൂർ. അവിടെ നിന്ന് 4 മണിക്കൂർ യാത്രയുണ്ട് കൊച്ചി. അപ്പോൾ സിഡ്നി ഹാർബറിലെ പിയർ 1 എൻ്റെ ഹോട്ടലിലെ ആ ഒരു മുറി അടിപൊളി റൂമായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എല്ലായിടത്തും വിചാരിക്കുന്നു. നീണ്ട വിമാനയാത്രയിൽ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനായിട്ട് ഇന്ന് കുറേ പരിപാടികളുണ്ട് എനിക്ക്. അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, എനിക്ക് കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നമ്മുടെ പുസ്തകമില്ലേ, നമ്മുടെ നെക്സ്റ്റ് പുസ്തകം, അതിൻ്റെ പണിയൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. അതായത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോഴും നമ്മുടെ KTUK യാത്രയുടെ പുസ്തകം. അപ്പോൾ അത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വിമാനത്തിലിരിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ തീർക്കാനുണ്ട്. നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും പുസ്തകം റിലീസ് ചെയ്യാനുള്ള പ്ലാനാണ്. ആൾക്കാരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി കഴിച്ചില്ലായിരുന്നു. ഗുഡ് മോർണിംഗ്, ഐ എം ചെക്കിംഗ് ഔട്ട്. All good. Everything is good? Yeah, I just loved it. Thank you. Bye-bye. Yeah, bye-bye. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹാർബർ ബ്രിഡ്ജ്. ഹാർബർ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ളായിരുന്ന നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഹാർബർ ബ്രിഡ്ജ് അടിപൊളി സെറ്റപ്പാണ്. നല്ല വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, കാണണം. ഇതിൻ്റെ ഇടിയിൽ കൂടെ ഒക്കെ നടന്ന് ഞാൻ എന്തായാലും ഒരിക്കൽ വന്ന് ഇതിൻ്റെ മേളിൽ ഞാൻ ക്ലൈംബ് ചെയ്യും. ഈ പർവ്വതാരോഹർ ക്ലൈംബ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഹാർബർ ബ്രിഡ്ജിൻ്റെ മേളിൽ നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റും. അത് ഈ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്ക് കുറച്ച് പാടാണ്. പക്ഷേ ഞാനിതിൽ കുറച്ച് അഡ്വഞ്ചറൊക്കെ ചെയ്ത് എൻ്റെ പേടിയൊക്കെ മാറ്റിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പല പേടികളുണ്ട് എനിക്ക്. ഹൈറ്റ് പേടി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബങ്കി ജമ്പിങ് ചാടാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അപ്പോൾ ബങ്കി ജമ്പിങ് പോലും പറ്റില്ല. പിന്നെ അവൻ്റെ വിമാനത്തിൽ നിന്ന് ചാടുന്ന പരിപാടിയില്ലേ, അയ്യോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചത്തുവെന്ന് എൻ്റെ വിചാരം. സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 രീതി എയർപോർട്ടിൽ പോകാം. ഒന്ന് ഇവിടുന്ന് സ്ട്രൈറ്റ് അവേ ടാക്സി എടുത്തിട്ട് പോകാം. ഒരു 25 മിനിറ്റ്സിൽ എയർപോർട്ട് എത്തും. ഏകദേശം ഒരു 5000 രൂപ ചിലവ് വരും. 4000-5000 രൂപ ആവും. അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു 40 മിനിറ്റ്സിൽ ബസ്സിൽ കയറി ട്രെയിനിൽ കയറി പോകണം. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ കയറി മെട്രോ കയറി നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വന്ന് ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സിലെത്താം. അന്നേരം ഒരു 500 രൂപ താഴെ ആവുള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് ചീപ്പർ ഹിയർ. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ ഗുഡ് ബൈ മൈ ഹോട്ടൽ. ഇതായിരുന്നു എൻ്റെ ഹോട്ടൽ. കിഡിലെ ഹോട്ടലായിരുന്നു, കിഡിലെ ലൊക്കേഷനായിരുന്നു, അടിപൊളിയായിരുന്നു. 12 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇപ്പോൾ 9 മണിയായി. ഇപ്പോൾ അവിടെ ചെക്കിൻ തുടങ്ങി കാണും. നമുക്കൊരു 10 മണിക്കാകുമ്പോൾ എയർപോർട്ടിൽ എത്തിയാൽ മതി. എത്ര വൃത്തിയുള്ള വണ്ടികളാണെന്ന് നോക്കിയപ്പോൾ ഡ്രൈവേഴ്സ് വാണ്ടഡ്. ഇതൊക്കെ പ്രൈവറ്റ് സ്വകാര്യ എന്താ പറയുക കമ്പനികളായിരിക്കും ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്ത് ഗവൺമെൻറ് കൺട്രോൾ. ശരിക്കും ഗവൺമെൻറ് ഫെയർ കൺട്രോൾ ചെയ്ത് സ്വകാര്യ വ്യക്തികളെ ബസ്സുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്താൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അതെന്താണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റുകൾ ചെയ്യാത്തത്? ഈ RTC എന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് മര്യാദയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല. പ്രൈവറ്റ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ റോബിൻ ബസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലേ. റോബിൻ ബസ് കോയമ്പത്തൂർക്ക് എത്ര അടിപൊളിയായിട്ടാണ് അവർ സർവീസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല വൃത്തിയുള്ള ബസ്, AC ബസ്, സാധാരണ നിരക്കിൽ ഓടിക്കുന്നു. KSRTCക്ക് ഓടിക്കാൻ പറ്റുമോ? KSRTC ഓടിക്കത്തുമില്ല, റോബിനെ പാരവയ്ക്കുകയും ചെയ്യും. ഏതൊക്കെയാണ് നടക്കുന്നത്? ഏത് സ്വകാര്യ വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല. ബാക്കിയുള്ളത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ബസ്സിൻ്റെ നമ്പറും ടൈമിങ്ങും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. മൺഡേ ടു ഫ്രൈഡേ 4, 7, 6, 54 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. ആ കറക്റ്റ് സമയത്ത് വണ്ടി വരികയും ചെയ്യും. നമുക്കിപ്പോൾ 9:01 വണ്ടിക്കായിരിക്കും പോകേണ്ടത്. 9:01 325 നമ്പർ വണ്ടി. അതാണ് ഈ കിടക്കുന്ന 9:01 325 നമ്പർ വണ്ടി. കണ്ട ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, പക്ഷേ ഇതിന് നമ്പരൊന്നും വന്നിട്ടില്ല. ഇത് വോൾവോയുടെ ഒരു ലോ ഫ്ലോർ ബസ്സാണ്. ശരിക്കും നോക്കി ഒരു നാട്ടിൽ വോൾവോയുടെ ബസ്, ലോ ഫ്ലോർ ബസ്. നമ്മുടെ നാട്ടിൽ ലോ ഫ്ലോർ ബസ് ഉണ്ട്. എത്ര പുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടാണല്ലോ നമ്മുടെ വണ്ടികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ താങ്ക് യു. ഇത് അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കണം, ഇവിടെ അല്ല. നമ്മൾ ഈ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് ഇതുപോലുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പെട്ടി പോലും നമുക്ക് റോഡിലൂടെ ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം വീൽ ചെയർ ആക്സസ് ഉള്ള ഫുട്പാത്തുകളും സ്ഥലങ്ങളും ആയിരിക്കും എല്ലാം. ഭയങ്കര വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മുടെ നാട്ടിലെ വീൽ ചെയർ ഫ്രണ്ട്ലിനെസ്സിനെ പറ്റി നമ്മൾ ജെറിൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പോഡ്കാസ്റ്റ് ചാനലിൽ നിന്ന് പോയി കാണും. ജെറിൻ അന്നേ പറഞ്ഞാണ് നിങ്ങളുടെ ചാനലിൽ ഏറ്റവും കുറവ് വ്യൂ കിട്ടാൻ പോകുന്ന പോഡ്കാസ്റ്റ് അതായിരിക്കും. കാരണം ഞങ്ങളുടെ ഒന്നും പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും ഇല്ലയെന്ന്. ശരിയാണ്, അതാ സത്യമാണ്. നമുക്ക് 324 എന്ന് പറയുന്ന ഈ ഒരു ബസ്സിൽ കയറി പോകണം. വൽസ്ബേ അങ്ങനെ എന്താ പറയുക. അപ്പോൾ ബസ്സിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ഒരു കണ്ടക്ടർ പോലും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങേരെ എൻ്റെ മുമ്പിൽ ബസ് കൊണ്ട് നിർത്തി. ബസ്സിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ് ടെസ്റ്റ് ഡ്രാപ്പ് ചെയ്താൽ മതി. വേറെ ഹായ്, ഗുഡ് മോർണിംഗ്.
just take a minute for the machine to... Okay. Yeah, I'll do it. Yeah. നമ്മൾ വേണ്ട ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. ടാപ്പ് സക്സസ്. ഇനി ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ ബസ്സിന്റെ അവസാനത്തെ സ്റ്റോപ്പ് വരെയുള്ള ചാർജ് നമ്മുടെ കാർഡിൽ നിന്ന് ഈടാക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ബസ്സിന്റെ അകത്താണേലും എത്ര വൃത്തിയാണെന്ന് നോക്ക്. ആ സീറ്റുകളൊക്കെ ആണേലും നോക്കി എല്ലാം നല്ല വൃത്തിയുള്ളത്. ഇത് വോൾവോ ബസ്സാണ്. വോൾവോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം വോൾവോ ബസ്. ലോ ഫ്ലോർ ടാപ്പ് ചെയ്യുക, ഇറങ്ങുക. അമ്മച്ചി, ഇനി ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനകത്തോട്ട് കയറണം. അതെങ്ങനെയാണോ കയറുന്നത്? അതിനൊരു എൻട്രൻസ് എവിടെയെങ്കിലും ഉണ്ടാവും. അതൊന്ന് തപ്പിയാൽ മതി. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൾക്കാർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കംഫർട്ട് ആണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് മെട്രോ സ്റ്റേഷനുണ്ട്. ആ മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മെട്രോ എടുത്തിട്ട് ആലുവ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി എയർപോർട്ടിൽ പോകാം. പക്ഷേ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷൻ വരെ എനിക്ക് പെട്ടി ഉരുട്ടി കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിയാണ്. അതിനുള്ള സംവിധാനം നമുക്ക് അവിടെ ഇല്ല. പെട്ടി ഉരുട്ടിക്കൊണ്ട് പോകണമെന്നല്ല പറയുന്നത്, ലൈക്ക് അതിനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടാക്സി വിളിച്ച് പോയില്ലെങ്കിൽ അബി കൊണ്ടുവിടും, ആരെങ്കിലും കൊണ്ടുവിടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതാണ് ഇതിനകത്തെ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കംഫർട്ട് പല കാര്യത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ കംഫർട്ട് കൂടുതലായിട്ട് വന്നാലേ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ കോട്ട് സൂട്ട് വിട്ട് ആൾക്കാരൊക്കെ ബസ്സിലും ട്രെയിനിലും കയറി പോവുള്ളൂ. മന്ത്രിമാർ എം പിമാർ വരെ ബസ്സിലും ട്രെയിനിലും കയറി പോവുള്ളൂ. അങ്ങനെയാണത്. ഇവിടെ വീൽ ചെയർ ഇറക്കാനും പിന്നെ എസ്കലേറ്ററുള്ള എക്സിറ്റും എൻട്രൻസും ഒക്കെ ഉണ്ടാവും. അതെനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. 2 സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അടിയിലെത്തി, മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ എസ്കലേറ്ററും സംഭവങ്ങളും എല്ലാ പരിപാടികളും ഉണ്ട്, കടകളുണ്ട്. സോ ഇറ്റ്സ് ഈസി. ഉണ്ടോ? എല്ലാം കണക്റ്റഡ് ആണല്ലോ. ബസ് കണക്റ്റഡാ, ട്രെയിൻ കണക്റ്റഡാ, പിന്നെ കപ്പൽ കണക്റ്റഡാണ്, ഫെറി കണക്റ്റഡാണ്. എല്ലാ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. മെട്രോ ഉണ്ടെങ്കിൽ അത് കണക്റ്റഡാണ്. എല്ലാ പരിപാടിയും കണക്റ്റഡ് അല്ലേ? നമ്മുടെ എത്ര ബസ് സ്റ്റാൻഡുകളുണ്ടാവും ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ? എത്ര റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ? ഇവിടെ സൂപ്പർ മാർക്കറ്റുകൾ വരെ എല്ലാ സംഭവങ്ങളും മെട്രോ സ്റ്റേഷനകത്തുണ്ടാവും. കാരണം വീട്ടിൽ പോകുന്നതിന് മുമ്പ് യു ബൈ യുവർ തിങ്സ് ആൻഡ് ഗോ. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും പരിപാടി. ഇത് ഈ പറഞ്ഞ പോലെ വരിക, ടാപ്പ് ചെയ്യുക, കയറുക. അത് ടാപ്പ് ചെയ്യുന്നതിനും ഒരു ദിവസം ഇത്ര രൂപയെ കൂടുതൽ കട്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പ്ലാറ്റ്ഫോം 6 പോകേണ്ടത്. ഇത് കണ്ടോ, അടുത്ത 3 മിനിറ്റിൽ എനിക്ക് T8 എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ ഇവിടെ 20 മിനിറ്റ് എയർപോർട്ടിൽ. ഇന്നലെ നമ്മൾ വന്ന സർക്കുലർ കീ ഏരിയ ആണ്. ഇവിടെ ഇന്ന് വേറെ കപ്പൽ കിടക്കുന്നുണ്ട്, ക്വീൻ മേരി 2 എന്നും പറഞ്ഞുകൊണ്ട്. ഒരു കിടിലൻ കപ്പൽ. ഇത് നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ കാണുന്ന ടൈറ്റാനിക്കിനെ പോലില്ലേ കാണാനായിട്ട്? ഓ മാൻ, അത് പൊളി. ഇത് കിടിലൻ, എന്ത് ഭംഗിയാണെങ്കിൽ. വാവ്. അങ്ങനെ കറക്റ്റ് 9:40 നമ്മളിവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 9:40. ഞാനിപ്പോൾ ജസ്റ്റ് കൂടിപ്പോയാൽ ഒരു 10-20 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എസ്കലേറ്റർ കയറി നമ്മളെത്തുന്നു. എവിടെ? സിഡ്നി എയർപോർട്ട്. നേരെ എയർപോർട്ട് ബിൽഡിങ്ങിനകത്തേക്കാണ് വന്ന് കയറുന്നത്. അത്ര സിമ്പിളാണ്. ഇവിടെ ചെക്കിന് ഭയങ്കര തിരക്കാണ്. ക്യൂ നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു വൺ വേൾഡ് സിൽവർ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഐ തിങ്ക് എനിക്ക് ഇവിടെ പ്രയോറിറ്റി ചെക്കിൻ കിട്ടും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. I'm great, I'm good. Yeah. What's your final destination? I'm actually going to Kuala Lumpur, but I have a different flight from there. It's a different PNR to India. Is it with Malaysia Airlines? No, it's an AirAsia. Yeah. By the way, do you have any seats available in business? Or it's full? It's full. Oh man, kitty guys. Boarding bus kitty guys. അങ്ങനെയാണ് ക്യൂ സ്കിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ മിനിമം ഇത്ര ആൾക്കാർ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നതിന് പുറകിൽ ഞാൻ ക്യൂ നിൽക്കണം. നമ്മളിപ്പോൾ വന്ന് ബിസിനസ് ക്ലാസ് കൗണ്ടറിൽ കയറി ബാഗ് ഡ്രോപ്പ് ചെയ്തു. പാസഞ്ചേഴ്സ് ഓൺലി ബിയോണ്ട് ദിസ് പോയിന്റ്. അപ്പോൾ നമുക്ക് പോകാം. സെക്യൂരിറ്റി ചെക്ക്, ഇമിഗ്രേഷൻ. ഗൈസ്, നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ. എന്നാലും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇമിഗ്രേഷൻ പിന്നെ ഇവിടെ ഇല്ല. ജസ്റ്റ് ബോർഡിംഗ് പാസ് അല്ല, പാസ്പോർട്ട് സ്കാൻ ചെയ്ത ഈ ഗേറ്റ് ഉണ്ട്. ഇറങ്ങി വരുമ്പോൾ ഈ ഗേറ്റ് മാത്രമേ ഉള്ളൂ. സ്കാൻ ചെയ്യുക, ഇറങ്ങി വരിക. സെക്യൂരിറ്റി വാസ് ഓൾസോ വെരി ഫാസ്റ്റ്. ചേട്ടാ, സിഡ്നി എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ്. വലിയ എയർപോർട്ടാണ്.
ഇവിടെ നോക്കി എല്ലാ എന്താ പറയുക ലക്ഷറി ബ്രാൻഡുകളുടെ ഷോറൂമുകളും ഉണ്ട്. എയർപോർട്ടുകളിലൊക്കെ ഇപ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ ഷോപ്പിംഗ്. ആളുകൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തേരാപ്പാര നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കിനും വാങ്ങിച്ചു കൂട്ടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ ഫുഡ് കഴിക്കണ്ടേ, അപ്പോൾ വിൽ ഗോ ടു ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ പ്ലാസ പ്രീമിയം ലോഞ്ചിൽ കയറി വരുമ്പോഴത്തേക്കിനും ഇത് ഉണ്ടോ, വാവ്, ഏഷ്യാന എയർലൈൻസിൻ്റെ 380. എൻ്റെ 380 ശരിക്കും കാണാൻ ഏറ്റവും ഭംഗി എമിറേറ്റ്സിൻ്റെ ലിവറിയാണ്. പിന്നെ സിംഗപ്പൂർ എയർലൈൻസും കുഴപ്പമില്ല. ഏഷ്യാനയുടെ ലിവറി അത്ര പോരാ, പക്ഷേ ഓക്കെയാണ്. പിന്നെ ഇവിടെ അതേ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റും പിന്നെ അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇത് കോണ്ടസിൻ്റെ എങ്ങോട്ടോ പോകുന്ന വിമാനം. അങ്ങ് ദൂരെ കോണ്ടസിൻ്റെ 380 കിടപ്പുണ്ട്. പിന്നെ പഴയ 747 കാർഗോ കിടപ്പുണ്ട്. എന്തായാലും ഗൾഫിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വിമാനയാത്രയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ച സമയത്ത് ഇവിടെ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഇല്ല. ഇവിടെ ഈ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഖത്തറിൻ്റെ എമിറേറ്റ്സിൻ്റെയൊക്കെ കുറേ വിമാനങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട്, എവിടെയും പോവാതെ. അപ്പോൾ ഇത് ചായ ബാറ്, കള്ള് ബാറ്, പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. പുഴുങ്ങിയ കിഴങ്ങ്, പിന്നെ മുട്ട, സോസേജ്, ചായ, ഓറഞ്ച് ജ്യൂസ്. ഇതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. വിമാനത്തിൽ കയറിട്ട് വേണം നല്ല ഫുഡ് തന്നെ കിട്ടാൻ കഴിക്കാൻ. അയ്യോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ബോർഡിങ് തുടങ്ങാറായി. സോ ലെറ്റ്സ് ഗോ ടു ഗേറ്റ്. ഇതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ വിമാനങ്ങളൊക്കെ കിടക്കണ്ട, കണ്ടു പോവാം. ഇത് നമ്മുടെ ജെറ്റ് സ്റ്റാർ ഗൈസ്. ജെറ്റ് സ്റ്റാർ ആയിരുന്നു. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഏതാ വിമാനം ഏതാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഏതാന്ന്. അത് നോക്കൂ, വിയറ്റ്നാം എയർലൈൻസിൻ്റെ വിമാനം. ഇതിൻ്റെ മേളിൽ പെയിൻ്റ് ഒക്കെ പോയിരിക്കുന്നത്. ഈ ഒരു ആംഗിളിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. പുറകിൽ ഡെൽറ്റയുടെ വിമാനം റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെയ്യുക, പുഷ് ബാക്ക് ചെയ്യുക. കാത്തൈ പസഫിക്കിൻ്റെ വിമാനം കണ്ടോ, കാത്തൈ പസഫിക്. നമുക്ക് ഇത്ര അടുത്ത് കാണാം. ഇവിടെ എന്തോ ഒരു നടക്കുന്നതെന്ന് ചോദിക്കുക. ഡെൽറ്റ, സിംഗപ്പൂർ എയർലൈൻസ്, കാത്തൈ, അത് ഇത്, പിന്നെ എയർ ന്യൂസിലൻഡ്. എയർ സ്പേസ് ക്ലോഷർ കാരണം ഇവിടെ വന്ന് പെട്ടുപോയിട്ട് ഇവിടെ സേഫായിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ഖത്തറിൻ്റെ എമിറേറ്റ്സിൻ്റെ ഒക്കെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. ശരിക്കും അവർക്ക് ഭയങ്കര ലാഭമാണ്. അപ്പോൾ അവർക്കിത് സേഫസ്റ്റ് പ്ലേസാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഫിന്നെയറിൻ്റെ വിമാനമാണ്. ഫിന്നെയർ. ആ കാണുന്ന വിമാനം ഏതായിരുന്നു അറിയുമോ? അത് ഫിലിപ്പീൻ എയർലൈൻസ് ആയിരുന്നു ഗൈസ്. ആക്ച്വലി നമ്മുടെ എയർക്രാഫ്റ്റ് വന്നിട്ട് കുറച്ച് നേരമായി. ഈ കാണുന്ന കാത്തൈ പസഫിക്കിൻ്റെ വിമാനം ഇവിടുന്ന് പുഷ് ബാക്ക് ചെയ്ത് പോയാലേ നമ്മുടെ വിമാനം ഇവിടെ കൊണ്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പുഷ് ബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ ഒരു സാധനം വന്നിട്ട് ഈ പുഷ് ബാക്ക് ചെയ്യുന്ന ഈ സാധനത്തിന് ടഗ് എന്നാണ് പറയുന്നത്. ഈ ടഗ് ഉപയോഗിക്കുന്ന അതിൻ്റെ ഡ്രൈവർ ഇവിടെ അകത്തിരിക്കുന്ന പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വയർലെസ് ആണോ വയേർഡാണോ അറിയത്തില്ല. ഇവിടെ വിമാനത്തിൽ ഇങ്ങനെ വയേർഡായിട്ടൊരു സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഒരാൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയർലെസ്ലിയും വയർഡായിട്ടും കണക്റ്റഡാണ്. ഈ വയർ കണക്ട് ചെയ്തിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കും ഈ ടഗ് ഓടിക്കുന്ന ഡ്രൈവർ. എത്ര സിമ്പിളായിട്ടാണ് അത്രയും വലിയ വിമാനം പുഷ് ബാക്ക് ചെയ്യുന്നത് നോക്കി. ഇത് ഇത്ര പവർഫുൾ ആയിരിക്കുമല്ലോ. ഇത് ശരിക്കും റിവേഴ്സിലിട്ടാണ് അവർ ഓടിക്കുന്നത്. കണ്ടോ, റിവേഴ്സ്. അതിൻ്റെ ഫ്രണ്ടിലെ സാധനമാണ് കാണുന്നത്. റിവേഴ്സിൽ കൊണ്ടുപോയി അത് ആ കറക്റ്റ് ലൈനിൽ കൊണ്ടുപോയി അത് അവിടെ ഇട്ട് തിരിച്ച് അതൊരു പ്രത്യേക കഴിവാട്ടോ. അത് വേറെ വിമാനത്തിലൊന്നും പോയി ഇടിക്കാൻ പാടില്ലല്ലോ. പ്രോപ്പറായിട്ട് നല്ല സ്പീഡിൽ വേണ്ടേ കൊണ്ടുപോകാനായിട്ട്. അതിൻ്റെ കറക്റ്റ് സ്പീഡിൽ കൊണ്ടുപോയില്ലെങ്കിലും ഇത് പോയി കഴിഞ്ഞാൽ വേറെ വിമാനത്തിൽ ഇടിക്കുക, അപകടം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എയറോ ബ്രിഡ്ജ് അനക്കി അത് മാറ്റുന്നതാണല്ലേ. അതിങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇനി അടുത്ത വിമാനം കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കിനും ആ വിമാനം എവിടെയാണോ നിർത്തുന്നത് അതനുസരിച്ചിട്ട് വീണ്ടും എയറോ ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യും. ഓരോ വിമാനങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഓരോ സ്റ്റോപ്പുകളുണ്ട്. അതായത് ബോയിങ് 779, A350, ബോയിങ് 777. അപ്പോൾ അതൊക്കെ എവിടെ നിർത്തണം, വലിയ വിമാനങ്ങളൊക്കെ എവിടെ നിർത്തണം എന്നുള്ള ഒരു മാർക്കിംഗ് ആണത്. നമ്മുടെ വിമാനം വന്ന് 35 മിനിറ്റായി. അത് അവിടെ മാറി ഇവിടെ കിടക്കുക. അതിന് പാർക്കിംഗ് ബേ കിട്ടാതെ. കാരണം ഇപ്പം നല്ല ബിസി ടൈമാണ്. അപ്പോൾ ഇത് പോയിട്ട് വേണം ഇനിയിപ്പോൾ അത് വരാം. നമ്മുടെ വിമാനം ലാൻഡ് ചെയ്തിട്ട് 40 മിനിറ്റായി ഗൈസ്. 40 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിനകത്തിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഗേറ്റ് കിട്ടാതെ അതിനകത്ത് 40 മിനിറ്റ് ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെ കാത്തൈ പസഫിക് പോയി. ഇപ്പോൾ നമ്മുടെ വരും. ഈ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടെന്നറിയുമോ? ഇവിടെ എത്ര വണ്ടികൾ എന്തൊക്കെ ഉണ്ട്. വലിയ ട്രക്ക്, പിന്നെ ചെറിയ ടഗ്ഗുകൾ, പിന്നെ ബാഗേജ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ്. എനിക്ക് എത്ര വണ്ടികളല്ലേ. അങ്ങനെ അതാ കടന്നു വരുന്നു നമ്മുടെ മലേഷ്യൻ എയർലൈൻസിൻ്റെ നമുക്കിന്ന് പോകേണ്ട എയർബസ് A330-900 വിമാനം. ഇതൊരു ബ്രാൻഡ് ന്യൂ വിമാനമാണ്. എന്താ അസലേ 40 മിനിറ്റ് എയർപോർട്ടിൽ വന്ന് കിടന്നിട്ടാണ് അവസാനം ഈ ഗേറ്റിലേക്ക് ഇത് വരുന്നത്. ഞാൻ ഈ ഡീറ്റെയിൽസൊക്കെ ഫ്ലൈറ്റ് ടാർ എന്ന് പറയുന്ന ഒരു ആപ്പ് നോക്കിയിട്ടോ പറയുന്നത്. അതിനകത്തുനിന്നാണ് ഈ ഇൻഫർമേഷനൊക്കെ എനിക്ക് കിട്ടുന്നത്. ഉണ്ടോ, A330 വിമാനങ്ങൾ കൊണ്ട് നിർത്തേണ്ട ഒരു മാർക്കുണ്ട്. അവിടെയാണ് ആ വിമാനം കറക്റ്റ് കൊണ്ട് നിർത്തിയത്.
വിമാനം കൊണ്ട് നിർത്തിയ ഉടനെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നോക്കി. അപ്പോൾ അവർ പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തുടങ്ങുന്നു. പിന്നെ ഈ നമ്മൾ ടയറിന് ആപ്പ് വയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ ടയറിന് ആപ്പ് വെക്കുന്നു. ആദ്യം ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു, അതിനുശേഷം എൻജിൻ ഓഫായി കഴിഞ്ഞതോടുകൂടി ബാക്കിലത്തെ ടയറിന് മറ്റേ ഇത് വെക്കാൻ വേണ്ടി അട വയ്ക്കാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ നമ്മൾ വണ്ടിക്ക് വയ്ക്കുന്ന പോലെ തന്നെ വിമാനത്തിലും എല്ലാ പരിപാടിയും ഉണ്ട്. പാസഞ്ചേഴ്സിന് ഇറങ്ങാനും കയറാനും വേണ്ടി ആ എയറോ ബ്രിഡ്ജ് കൊണ്ട് ഈ കണക്ട് ചെയ്യുകയാണ് വീണ്ടും. അതും എല്ലാം ഓട്ടോമേറ്റഡ് ആണ് എല്ലാ പരിപാടികളും. ഇപ്പുറത്ത് കാർഗോ എടുക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വാഹനങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും ഒരു വിമാനം വന്നിട്ട് ഒരു 1 ഹവറിനുള്ളിൽ മാക്സിമം 1.5 മണിക്കൂർ അതിനുള്ളിൽ ഓരോ വിമാനത്തിന് ഓരോ ടൈമുണ്ട്. ചിലത് 30 മിനിറ്റ് 40 മിനിറ്റ് 1 മണിക്കൂർ എന്തായാലും ഒരു 1 ഹവർ ആവറേജ് ഉണ്ടാവും. അതിനുള്ളിൽ എന്തൊക്കെ പരിപാടികളായിരിക്കും ഇവിടെ നടക്കുന്നത് അല്ലേ. ആൾക്കാർ ഇറങ്ങിയാൽ കയറുക മാത്രമല്ലല്ലോ, അതല്ലാതെ ഒത്തിരി പരിപാടികളുണ്ടല്ലോ. അതിൻ്റെ ഡോറ് തുറന്ന് വെക്കാൻ ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഡോറ് തുറന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേ ഈ കാർഗോ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വേറൊരു വണ്ടിയായിട്ട് വേറൊരാൾ വന്നു. നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ബാഗുകൾ വിമാനത്തിൻ്റെ പുറകു വശത്തെ ആ ഭാഗത്ത് നിന്ന് അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമേറ്റഡ് ആയിട്ട് വരും. അതിന് എനിക്കൊന്ന് 2 പേരെന്തോ ആവശ്യമുള്ളൂ. ഇവിടെ ഫ്രണ്ടിൽ ഇവർ വലിയ കാർഗോ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ഈ പെരിഷബിൾസും ബാക്കിയുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കാർഗോ വരും. അത് ഇതുപോലെയുള്ള ബോക്സിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, പാലറ്റായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത് ഒരൊറ്റ മനുഷ്യൻ ആണ് അത് വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തിറക്കുന്നത്. മനസ്സിലായില്ലേ? ഒരൊറ്റ മനുഷ്യൻ. കാരണം അത്രയും ഓട്ടോമേറ്റഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത്. അതേസമയം അപ്പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് പാസഞ്ചേഴ്സ് ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്കിനും വിമാനത്തിനുള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർ വിമാനത്തിന് ഉൾഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാസഞ്ചേഴ്സ് നമ്മൾ കയറും. അതിന് മുമ്പായിട്ട് ക്രൂ കയറും, പുതിയ പൈലറ്റ് വരും, പഴയ പൈലറ്റ് ഇറങ്ങും. ഒത്തിരി പരിപാടികളാണ് സൈമിൾട്ടേനിയസ്ലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വിമാനത്തിൽ വെള്ളം നിറയ്ക്കുക, വിമാനത്തിൻ്റെ ടോയ്ലറ്റ് വൃത്തിയാക്കുക, ടോയ്ലറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യുക, പിന്നെ പുതിയ ഫുഡ് ഇതിനകത്തേക്ക് കയറ്റുക, അതിനകത്തെ വേസ്റ്റ് മാറ്റുക, അങ്ങനെ ഇത്ര പരിപാടികളല്ലേ. താഴെ ഇറക്കിയ സാധനം അവിടെ മേളിൽ വണ്ടിയിൽ കയറുന്നത് പോലെ ഓട്ടോമേറ്റഡ് ആയിട്ടാണ്. കണ്ടോ നോക്കി. ഇതെല്ലാം ഈ പുള്ളി ഒരാളാണ് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നത്. അയാളുടെ ആ ഒരു ജോയ്സ്റ്റിക്ക് മേലുള്ള കളികളാണ് ഇതെല്ലാം. ഈ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊക്കെ UK യിലും യൂറോപ്പിലേക്കും ദുബായിലൊക്കെ വിമാനത്തിൽ പോകുന്ന പച്ചക്കറികളും ബാക്കിയുള്ള സാധനങ്ങളും അങ്ങനത്തെ കാർഗോ ഷിപ്മെൻറ്റ്സ് ഒക്കെ ഇതുപോലെയുള്ള ഇതിനകത്തായിരിക്കും പോവുക. ഇവിടെ അപ്പുറത്ത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകുന്ന ഒരു യുണൈറ്റഡിൻ്റെ വിമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ബോർഡിംഗ് ആയിരുന്നു ഇവിടെ ഇത്ര നേരം. ഇതിൻ്റെ ഇടയ്ക്ക് വിമാനത്തിൻ്റെ പ്രൈമറി ഇൻസ്പെക്ഷനും ബാക്കിയുള്ള പരിപാടികളും ഉണ്ടാവും. അതായത് ടയർ ചെക്ക് ചെയ്യുക, പിന്നെ അങ്ങനെ ഔട്ടറിലുള്ള എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു കൂട്ടം സംഭവങ്ങൾ ഈ എഞ്ചിനീയർമാർ ഓടി നടന്ന് എഞ്ചിനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടാവും. ഈ കോണ്ടസിൻ്റെ ഒരു വിമാനം കണ്ടോ, ആ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഇവരുടെ അബോറിജിനൽ ആർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ആ ഒരു ഡിസൈനിലാണ് ആ വിമാനം ചെയ്തിരിക്കുന്നത്. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ. Your passport, you please. താങ്ക് യു. ഫ്ലൈറ്റ് വന്നിട്ട് നല്ല ലേറ്റാണ്. ഇപ്പം നമുക്ക് 12:10 പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പം സമയം 12:30 ഇപ്പോഴാണ് കയറ്റുന്നത്. നല്ല ബോർഡിങ് അവിടെ ബോർഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. 11K. Okay, there we go. Yeah. Go straight to your right Yeah. and go back. And then come out there. H direction. ഇത് പുതുപുത്തൻ ഫ്ലൈറ്റാണ്, ബ്രാൻഡ് ന്യൂ വിമാനമാണ്. ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സൊക്കെ ഫുൾ ക്യാബിനാണ്. അടിപൊളിയാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ 3 റോ, എക്കണോമിയിൽ ആദ്യത്തെ 3 റോ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഭയങ്കര പ്രീമിയം എക്കണോമി ഇതിനകത്തില്ല. ആദ്യത്തെ 3 റോ എന്ന് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആണ്. ഫസ്റ്റ് റോ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കൂടുതലുണ്ട്. ഇതിന് ഇവർ ഏകദേശം 7,500 രൂപ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട് ഇതിനകത്ത്. 7,500 രൂപ. ഇതാണ് നമ്മുടെ സീറ്റ്. സീറ്റിൽ പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര സ്പേഷ്യസ് ആണല്ലോ. അടിപൊളി, എന്ത് സ്പേസ് ആണെന്നൊക്കെ. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊളിച്ച്, ഇത് കിട്ടില്ല ഡിസ്പ്ലേ. അടിപൊളി, ആ സെറ്റപ്പാണല്ലോ. എൻ്റെ അമ്മ, ഇത് ശരിക്കും ഒരു ഐപാഡ് പോലെ ഉണ്ട്. കിഡ്സ് മോഡൊക്കെ ഉണ്ട് അതിനകത്ത്. കിഡ്സ് മോഡ്, സ്റ്റാൻഡേർഡ് മോഡ്, പിന്നെ മൂവീസ്. ഇത് ഭയങ്കര ഫാസ്റ്റ്. സാധാരണ വിമാനങ്ങളുടെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. ഇത് കിട്ടില്ല, കിടുക്കുക. ഇതെന്ത് ഇത്? സോറി ഗൈസ്, അവർ മറ്റേ വീഡിയോ കാണിച്ചു തുടങ്ങി. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. സംഭവം നല്ല അടിപൊളിയാണേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്പേസ്, എന്ത് സ്പേസാന്ന് നോക്കൂ. കാലൊക്കെ നിവർത്തി വയ്ക്കാം. ഇതിൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റിന് ഇത്രയും സ്പേസ് ഇല്ല. അതാണ് അതും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും സ്പേസ് ഇല്ല ഇതിന് തൊട്ട് പുറകിലത്തെ സീറ്റിന്. അതിനാണ് ഈ ഒരു സീറ്റിന് അവർ 7,500 രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. $100 ഓസ്ട്രേലിയൻ ഡോളർ. അത്രയും പൈസ അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട് ഇതിന്. നല്ല പ്ലസൻറ്റ് ക്യാബിൻ, നല്ല ലൈറ്റൊക്കെ ആയിട്ട്, നല്ല അടിപൊളി ബ്രാൻഡ് ന്യൂ ഫ്രഷ്നെസ് ഉള്ളൊരു ക്യാബിൻ. അത് വിളിച്ച് താങ്ക് യു. ഹെഡ്സെറ്റ് കിട്ടി ഗൈസ്, പ്ലാസ്റ്റിക്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു കുപ്പി വെള്ളം. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന വെള്ളമാണ്, ഇവർ തന്ന വെള്ളമൊന്നുമല്ല. പിന്നെ ഇവരിവിടെ മാഗസിൻ വെച്ചിട്ടുണ്ട്. ഓഹോ കൊള്ളാലോ. എൻ്റെ ഇല്ല, ഇവരുടെ മാഗസിൻ എൻ്റെ ഇല്ല. മലേഷ്യൻ എയർലൈൻസിൻ്റെ മാഗസിൻ.
സിബു പസഫിക് അല്ല സിബു എന്ന് പറയുന്ന ഫിലിപ്പീൻസിലെ ഒരു അടിപൊളി സ്ഥലമാണ് സിബു എന്ന് പറയുന്നത്. ഫിലിപ്പീൻസിന് കുറേ ദ്വീപുകളുണ്ട്, അതിനകത്ത് ഒരു അടിപൊളി ദ്വീപാണ് സിബുവിൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള പരസ്യം ഉള്ള ഒരു മാഗസിൻ. പിന്നെ ഇതും പുത്തൻ മാഗസിനാണ്, അതിനുകൊണ്ട് നല്ലൊരു ഫ്രഷ് മണം, മൊത്തത്തിൽ നല്ല മണം ഈ വിമാനത്തിൽ കയറി ഉടനെ. പിന്നെ വിമാനത്തിനുള്ളിൽ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്, ഇൻ ഫ്ലൈറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മാഗസിനല്ല അതിൻ്റെ ബ്രോഷർ. പുറത്ത് നോക്കുമ്പോഴത്തേക്കിന് എഞ്ചിൻ്റെ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടില്ല, കാരണം നമുക്ക് അത് ശരിക്കും ആ എഞ്ചിൻ്റെ ഈ എയർബസ് 330, 350 വിമാനങ്ങളിൽ നമുക്ക് ആ എഞ്ചിൻ കറങ്ങുന്നത് കാണണമെങ്കിൽ ബിസിനസ് ക്ലാസ് ഇടുന്നാലേ പറ്റുള്ളൂ, എക്കണോമിയിൽ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഡിനാറ്റയുടെ കേറ്ററിംഗ് ഫുഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ. എൻ്റെ മലയാളം പടമൊക്കെ ഉണ്ട്, അഭിലാഷം പൈങ്കിളി. ഇത് രണ്ടും ഏത് പടമാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അഭിലാഷം പൈങ്കിളി ഏതാണെന്നുള്ളത്. തമിഴുണ്ട്, തമിഴിനകത്ത് ഏതൊക്കെയാണ്, തമിഴിലും ഉണ്ട് പൈങ്കിളി. പിന്നെ എന്തൊക്കെയോ ഇത്തരം പടങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പടങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ സ്ക്രീൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി സ്ക്രീനാണ്, ഭയങ്കര ഫാസ്റ്റാണ്. സാറിന് ഇങ്ങനെ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള സ്ക്രീൻ വിമാനങ്ങളിൽ കാണാറില്ല. ഇത് കിട്ടില്ല, എനിക്ക് എന്ത് ഫാസ്റ്റാണെന്നെങ്കിൽ അടിപൊളി. ഇതിനകത്ത് വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ, വൈഫൈ ഫ്രീ ആണ് ഇതിനകത്ത്. അത് ഏതിൻ്റെ വൈഫൈ ആണെന്ന് അറിയത്തില്ല. സ്ട്രീമിംഗ് അലൗഡ് അല്ല, സോഷ്യൽ മീഡിയ ആപ്പും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊക്കെ പറ്റും. മക്കളെ ബോർഡിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും, എസ്പെഷ്യലി നമ്മൾ ഇപ്പുറത്തെ സീറ്റ് കാലിയായി കിട്ടാൻ വേണ്ടി. അടിപൊളി, അത് ഭയങ്കര ലാഭമായി. അതായത് ഇവിടുന്ന് 8.5 മണിക്കൂർ 9 മണിക്കൂറിനടുത്ത് ഫ്ലൈ ഉണ്ട്. അപ്പോൾ പിന്നെ നിയർ ബൈ സീറ്റ് കാലിയാണെങ്കിൽ നമുക്ക് അത്രയും പ്രൈവസി കിട്ടുമല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി. എല്ലാ വിമാന യാത്രക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത സീറ്റ് കാല് കിട്ടുക എന്നുള്ളത്. യെസ്, അപ്പോൾ എൻ്റെ അടുത്ത സീറ്റ് കാലിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇത്രയും സ്പേസ് കിട്ടി, ഞാൻ $100 കൊടുത്ത് സീറ്റ് എടുത്തത് ലാഭമായി എന്ന് പറയട്ടെ. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ്, ഇതിനകത്തൊരു 10-12 സീറ്റ് മാത്രമേ കാലിയുള്ളൂ. അത് എന്തായാലും ഒരെണ്ണം എൻ്റെ ഇപ്പുറത്തെ സീറ്റ് കാലിയാണ്. അപ്പം ഐ ഹാവ് ദിസ് മച്ച് ഓഫ് സ്പേസ്. ഓഹോ, ഇങ്ങനെ ഇരിക്കാം. നമ്മളിതുവരെ കയറാൻ വരുന്നൊരു വിമാനമാണ് ഫിജി എയർവേസ്. എന്തായാലും ഇനിയും നെക്സ്റ്റ് ടൈം ഞാൻ ഫിജി പോകുമ്പോഴത്തേക്കിനും ഈ ഫിജി എയർവേസിൻ്റെ വിമാനത്തിൽ കയറി പോകണം. അത് 350 350-900 ആണ്. ഇത് തായ് എയർവേസിൻ്റെ വിമാനം, അതും നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ എയർ ഇന്ത്യനെക്കാട്ടി എക്സ്പെൻസീവാണ് തായ് എയർവേസ്. ഈ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിമാനങ്ങൾ മിക്കതും വലിയ വൈറ്റ് ബോഡി വിമാനങ്ങളായിരിക്കും, കാരണം ലോങ് ഫ്ലൈ ആണല്ലോ. നമ്മുടെ എയർ ഇന്ത്യ മെൽബണിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിഡ്നി ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ മറ്റേ ഗൾഫിലെ യുദ്ധവും കാരണം ഇവിടെ വന്ന് പെട്ടി കിടക്കുന്ന 380 വിമാനങ്ങളാണ്. എമിറേറ്റ്സ് മാത്രമല്ല, എത്തിഹാദും ഖത്തർ എയർവേസും എല്ലാം ഉണ്ട്. നമുക്ക് 7 മണിക്കൂർ 44 മിനിറ്റ് നമ്മൾ എത്തും കേട്ടോ. അത് കൊള്ളാം. So finally we are approaching runway. ദൂരെ നമ്മുടെ സിഡ്നി ബ്രിഡ്ജ്, നമ്മൾ താമസിച്ച ഹോട്ടൽ, അതിനടുത്തുള്ള കപ്പൽ, ഇതെല്ലാം കാണാം. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിലോട് വിട പറഞ്ഞ് സിഡ്നിയിൽ നിന്നും വിമാനത്തിൽ കയറി 8 മണിക്കൂർ ഫ്ലൈ ചെയ്ത് നമ്മൾ മലേഷ്യയുടെ കോലലംപൂർ നഗരത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗുഡ് ബൈ സിഡ്നി, ഗുഡ് ബൈ. ഫ്ലൈറ്റ് വിട്ടിട്ടുണ്ട്, സോൾട്ട് പീരിട്ടുണ്ട്, ചെറിയ 2 സീറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. എനിക്ക് ആപ്പിൾ ജ്യൂസ് കിട്ടി, അല്ല ആപ്പിൾ ജ്യൂസ് ചെയ്യാം. അടിപൊളി ഡിസ്പ്ലേ ആയിട്ട് അതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. കോക്പിറ്റ് വ്യൂ, പിന്നെ റൈറ്റ് ഹാൻഡ് വിൻഡോ വ്യൂ, ലെഫ്റ്റ് ഹാൻഡ് വിൻഡോ വ്യൂ. പിന്നെ കോക്പിറ്റ് വ്യൂവിനകത്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ ആവുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റൈറ്റ് വിൻഡോയിൽ നമുക്ക് വലതുവശത്ത് എന്താണെന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇതാണ്. പിന്നെ നൈറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 360 എയർക്രാഫ്റ്റ് ഉണ്ട്, നമുക്കിങ്ങനെ എയർക്രാഫ്റ്റിൻ്റെ 360 വ്യൂ നമുക്കിങ്ങനെ എടുത്ത് കാണാം. അങ്ങനത്തെ വലിയ പരിപാടികളൊക്കെ കൊള്ളാമല്ലേ. പിന്നെ ഈ വിമാനത്തിൻ്റെ റൂട്ട് നമുക്ക് ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളത് കാണാം. നമ്മളിപ്പോൾ സിഡ്നിയിൽ നിന്ന് വിട്ടു, നമ്മളിനിയിപ്പം നമ്മൾ നേരത്തെ പോയ ആലിസ് സ്പ്രിങ്സ്, ആ മരുഭൂമി, അതിൻ്റെയൊക്കെ മേളിൽ കൂടെ ആയിരിക്കും നമ്മൾ പോവുക. ആലിസ് സ്പ്രിങ്സിൻ്റെയൊക്കെ മേളിൽ കൂടെ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഡാർവിൻ്റെ അപ്പുറത്ത് കൂടെ ആ തിമോറിൻ്റെ സൈഡിൽ കൂടെ പോകും. എന്നിട്ട് ബാലി, ഡെൻപസാർ, സുരബയ ആ റൂട്ടിൽ കൂടെ പോയിട്ട് സിംഗപ്പൂരിൻ്റെ മേളിൽ കൂടെ കോലാലംപൂരും. ഡെസ്റ്റിനേഷൻസിൽ നമ്മുടെ കൊച്ചിയൊക്കെ ഉണ്ട്. കൊച്ചിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതെവിടെ കൊച്ചിയിലാണ്? ഇത് ഏത് സ്ഥലം? ഇത് ഏതൊരു ക്വാറിയല്ലേ? ഇത് ഫോർട്ട് കൊച്ചി അല്ല, ഇത് ഏതാ സ്ഥലം? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇതെവിടെയാണെന്ന്. ഓസ്ട്രേലിയയുടെ മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും താഴെ നോക്കുമ്പോഴത്തേക്കിനും ചന്ദ്രനോ ചൊവ്വയോ എല്ലാം ആണെന്നൊക്കെ തോന്നും, അതുപോലത്തെ പ്രകൃതിയാണ്. അങ്ങനെ നമ്മുടെ ഭക്ഷണം കൊണ്ട് തന്നിരിക്കുകയാണ്. ഇത് ബട്ടർ ചിക്കൻ മീലാണേ, ബട്ടർ ചിക്കൻ വിത്ത് റൈസ്, പിന്നെ ഒരു ബണ്ണ്,
പിന്നെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഇതെന്താണ് ചെദാർ ചീസ്, ബട്ടർ, ഒരു കുപ്പി വെള്ളം, പിന്നെ ഒരു ഗ്ലാസ് കോക്ക് സീറോ, പിന്നെ ചായക്കുള്ള ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇതെന്താ സാധനം, ഇതൊരു ഡെസേർട്ട്, ഇതൊരു അപ്പറ്റൈസർ. ആൽക്കഹോളായിട്ട് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അവിടെ കുറച്ച് വൈൻ ഇരിപ്പുണ്ട്, അതേ ഉള്ളെന്ന് തോന്നുന്നു. നല്ല അടിപൊളി കട്ടിയുള്ള സ്പൂണൊക്കെയാണ്. അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പക്ഷേ മലേഷ്യൻ്റെ ലോഗോ ഒക്കെ ചെയ്ത് എനിക്കൊന്ന് ഇവർ റീയൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. അടിപൊളി സ്പൂണാണ്. ദ ഫുഡ് ലുക്സ് റിയലി യമ്മി. പിന്നെ കഴിച്ചാൽ വേണ്ടേ. മലേഷ്യയിലെ ഫുഡ് യൂഷ്വലി നല്ലതാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ കഴിച്ചുള്ളതൊക്കെ എനിക്കിഷ്ടമാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് മലേഷ്യൻ്റെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കുറച്ച് അടിപൊളി ഫുഡ് കിട്ടും. നല്ല നാടൻ കേരള ഫുഡാണ് കിട്ടുക. അടിപൊളി, നല്ല അടിപൊളി ബട്ടർ ചിക്കൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ റൈസൊക്കെ ആണെങ്കിലും നോക്കിയേ, നൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കൊണ്ട് തരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഏകദേശം ഒരു 2 hours എടുത്തു. ഇപ്പം നമ്മൾ സിഡ്നിയിൽ നിന്ന് വിട്ടിട്ട് തന്നെ 2 മണിക്കൂറായി. നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ, വലിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്. ഇവിടെ ഈ വിമാനത്തിൽ വൈഫൈ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കേസ്, വെറുതെയാണ്. വൈഫൈ ഇസ് നോട്ട് വർക്കിംഗ്. ഞാനിപ്പോൾ ഇവിടെ ചാരി കിടന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഈ സിനിമ കണ്ടു തീരാറായി. ഇത് കണ്ടു തീർന്ന് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് വട്ടാവുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇതിൻ്റെ പേര് ഇതാണ് പേര്, ഗൈ റിച്ചീസ് ദ കവനന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമാണ്. അഫ്ഗാനിസ്ഥാൻ വാറിൽ ഈ അമേരിക്കക്കാരെ സഹായിച്ച ഇൻ്റർപ്രിറ്റേഴ്സ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാരുടെ ഒരു കഥയാണ്. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. യുദ്ധ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ കൊള്ളാം. താലിബാൻ, അമേരിക്ക, അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ 2 സിനിമ കണ്ടു തീർത്ത്. ഇനിയിപ്പോൾ 2.5 മണിക്കൂറും കൂടെ ഉണ്ട്. തീരുന്നില്ല, എത്തുന്നില്ല. ഇരുന്നിരുന്ന് മതിയായി. വിമാനത്തിൻ്റെ ഏറ്റവും ബാക്കിൽ ഞാൻ വന്നതാണേ. ഇവിടെ ഒരു സ്ഥലം കണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് ഒരു ക്രൂവിന് ഉള്ള റെസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നത്. കണ്ടല്ലേ, കുറച്ച് സീറ്റുകൾ ഇവരിങ്ങനെ കർട്ടൻ ഇട്ടിരിക്കുന്ന പോലെ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നൊക്കെ കൊള്ളാം അല്ലേ അത്. ബാക്കിലൊക്കെ കാലിയാണ്, കുറേ സീറ്റുകളൊക്കെ കാലിയുണ്ട് പുറകിലൊക്കെ. ആ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. വിമാനത്തിൻ്റെ അടിപൊളി ഡിസ്പ്ലേ ആണ്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. സ്പേസ് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ കിടക്കാം, ഇവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് മുമ്പിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മുടെ 350 വിമാനത്തിലാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് മുകളിൽ ക്രൂവിന് കയറി കിടക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. ഇതിനല്ല, ഇതിനിവിടെ വിമാനത്തിൻ്റെ ഏറ്റവും പുറകെ വരുമ്പോൾ വിമാനത്തിൻ്റെ വീതി കുറഞ്ഞ് വന്ന് ഇത് കണ്ടോ, 243 കോൺഫിഗറേഷനിലുള്ള വിമാനം പുറകെ വരുമ്പോഴത്തേക്കിനും അത് 223 ആവും. പിന്നെ ഇവിടെ ഇപ്പുറത്തൊന്നും ഇല്ലാതെ ആവും. ഞാൻ ഇങ്ങനെ ചുമ്മാ പുറകെ വരെ പോയിട്ട് മുമ്പിലോട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്നു നോക്കുമായിരുന്നു. ഇവിടുത്തെ സീറ്റിൻ്റെ സ്പേസ് കേട്ടോ, എക്സിറ്റ് റോ സീറ്റ്. അവിടെ നല്ല സ്പേസ് ഉണ്ട്. ഈ വിമാനത്തിൽ പ്രീ ബുക്ക് ചെയ്ത മീൽസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ആദ്യമേ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങാനായിട്ട് 2 മണിക്കൂർ ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ ഒരു സ്നാക്സ് കൊണ്ടുതരും. ഒരു മെയിൻ മീലും ഒരു സ്നാക്സുമാണ് തരുന്നത്. അപ്പോൾ സ്നാക്സിൻ്റെ സമയമായി. അപ്പോൾ പ്രീ ബുക്ക് ചെയ്തവർക്ക് ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് തരും. ഞാനൊന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ വെജിറ്റേറിയൻ ഒക്കെ ആണെങ്കിൽ, അല്ല എന്തെങ്കിലും ഡയറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫുഡ് പ്രീ ബുക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിൽ സുരബയുടെ മേളിൽ കൂടെ, അതായത് ബാലിയുടെയൊക്കെ മേളിൽ കൂടെയാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സിംഗപ്പൂരിൻ്റെ സൈഡിൽ കൂടെ കോലാലംപൂർ പോകും. വൈഫൈ ഉണ്ടാകുന്ന കരുതി എനിക്ക് ഒത്തിരി വർക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം വർക്കൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. അതൊന്നും നടന്നില്ല ഗൈസ്. ഈ സീറ്റിൻ്റെ ചാര നല്ല അടിപൊളി ചാരമുണ്ടോ. നമുക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ ചാരി കിടക്കാം. നല്ല ചാരുണ്ട്, പിന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഈ സീറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ലെഗ് സ്പേസ് കൂടുതലുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെക്കുന്നതിന് വേണ്ടിയുള്ള സാധനം. പിന്നെ മൊത്തത്തിൽ ഓവറോൾ നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എയർക്രാഫ്റ്റ്, നല്ല ക്യാബിൻ. വെജി പൈ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെജി പൈ വാങ്ങിച്ചു. ഇതാണ് പൈ. ഇത് പല സാധനങ്ങൾ വെച്ച് സ്റ്റഫ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അങ്ങനെ നമ്മൾ എത്താറായി. ഇനി 45 മിനിറ്റിൽ നമ്മൾ കോലാലംപൂരിൽ ലാൻഡ് ചെയ്യും. ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഹെഡ്സെറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ അടിച്ചുകൊണ്ട് പോയാലോന്ന് കരുതിയായിരിക്കും. അത് ബ്ലാങ്കറ്റും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും, പക്ഷെ തണുത്ത് കുറച്ചിരിക്കേണ്ടി വരും. പിന്നെ അതാണ് പ്രശ്നം. അയ്യോ, എന്തോ ചെയ്യാനാ. നമ്മളങ്ങനെ സിംഗപ്പൂരൊക്കെ കഴിഞ്ഞ് മലേഷ്യയുടെ മേളിൽ കയറി കോലാലംപൂരിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും, നമ്മൾ 30 മിനിറ്റ്സിലെത്തും. ഭയങ്കര ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കുറയുന്നുണ്ടോ. വിമാനത്തിനകത്ത് കരച്ചിലാണ് ഗൈസ്, കൂട്ടക്കരച്ചിലാണ് ഗൈസ്. ഒരാളിവിടെ, ഒരാളപ്പുറത്ത്, ഒരാളിവിടെ, പിന്നെ ഒരാൾ പുറകിൽ. പല സ്ഥലത്തുനിന്നാണ്. ചെറുതായിട്ടൊന്ന് കണ്ടു.
ഫുള്ള് എയറേഷ്യയുടെ പത്താശം വെച്ചിട്ട് പോകുന്ന ഒരു പച്ച വിമാനം കണ്ടോ? എയറേഷ്യ മൂവ് എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു കോമഡിയാണല്ലോ ഇത്. നല്ല രസമുണ്ട് കാണാനേ. സോ ഗൈസ്, അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഇവിടെ തിരികെയാണ്, കോലാലംപൂർ തിരികെയാണ്. അയ്യോ ഒന്നും പറയണ്ട, കോമഡി ആയിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു അപ്പൂപ്പനും അമ്മ ഇരിപ്പുണ്ടായിരുന്നു. നല്ല പ്രായമുണ്ട് അവർക്ക്. അവർ വിമാനത്തിൽ കയറാൻ നേരം തന്നെ അവർ പതുക്കെ, അവർ വീൽ ചെയർന്നില്ല, നടന്നു തന്നെ വരുന്നത്. വിമാനത്തിൽ കയറാൻ നേരം തന്നെ വളരെ പതുക്കെയാണ് അവർ വരുന്നത്. പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ. അവർ പതുക്കെ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു വിമാനത്തിൽ കയറുമ്പോഴത്തേക്കിനും ലൈക്ക് അവർ ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ്. അവർ വഴി പോലും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇറങ്ങാൻ നേരം അതേപോലെ തന്നെ ലാസ്റ്റ് എയർ ഹോസ്റ്റസ് അവിടെ പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്ക്, നിങ്ങൾക്ക് വയ്യ, നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീൽ ചെയർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറ്റി നിർത്തി. ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പോകാൻ നേരം അവർ കാരണം എത്ര സമയം ലേറ്റ് ആയെന്നറിയോ? പക്ഷേ കുറ്റം പറയുന്നതല്ല, അങ്ങനെയാണ്, നമ്മളെല്ലാം പ്രായം കഴിയുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ബാക്കിയുള്ളവരെ കൂടെ പരിഗണിക്കണ്ടേ? നമ്മൾ കാരണം വിമാനം ലേറ്റ് ആയതല്ലോ. ആക്ച്വലി മലേഷ്യൻ എയർലൈൻസിൻ്റെ ടെർമിനലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പോയിട്ട് ഇമിഗ്രേഷൻ ചെയ്ത് പുറത്തിറങ്ങി ബാഗ് കളക്ട് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബഡ്ജറ്റ് ടെർമിനലിൽ പോയിട്ട് അവിടെ ചെന്ന് അവിടെ എയർ ഏഷ്യയുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് കയറണം. കാരണം ഞാനിത് 2 ടിക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം മലേഷ്യൻ എയർലൈൻസ് കൊച്ചിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ടിക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ഡയറക്റ്റ് ടിക്കറ്റ്. അപ്പോൾ ഞാനിങ്ങനെ 2 സ്പ്ലിറ്റ് ടിക്കറ്റായിട്ടാണ് എടുത്തത്. ഇതിപ്പോൾ എനിക്ക് സിഡ്നി ടു കോലാലംപൂർ വരാനായിട്ട് ഏകദേശം 27,000 റുപ്പീസാണ് ആയത്. ഇവിടെ നിന്ന് ഒരു 10,000 രൂപ ആ റേഞ്ചിലാണ്, അതിൽ താഴെയാണ് എനിക്ക് കൊച്ചിക്കായത്. ഇപ്പോൾ ഇവിടുത്തെ സമയം വൈകിട്ട് 6:30. എനിക്കിനി 7, 8, 9, 10, 10:30 അടുത്ത ഫ്ലൈറ്റ്. 4 മണിക്കൂർ സമയമുണ്ട്, മോർ ദാൻ ഇനഫ്. ഞാനിവിടെ പുറത്ത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു. അപ്പോൾ എൻ്റെ ബാഗ് ഇനിയും 10 മിനിറ്റ് എടുക്കുമെന്ന് വരാനായിട്ട്. കാരണം ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് കുറേയധികം ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. വെയിറ്റിംഗ് ഫോർ ദ ബാഗേജ്. ഓ, പരസ്യം കണ്ടോ ഗൈസ്? നോക്കൂ, ഇങ്ങനെ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ വലിയ ഡിസ്പ്ലേ. വാവ്, ഓ മാൻ, എൻ്റെ പെട്ടിക്കും ഫസ്റ്റ്. എൻ്റെ പെട്ടി തന്നെയല്ലേ? ആണല്ലോ, അതെ അതെ. ദൈവം, ഇത് ആദ്യം വന്ന് അടിപൊളി. ബിസിനസ് ക്ലാസ് വരുന്നതിന് മുമ്പ് എൻ്റെ പെട്ടി വന്നല്ലോ. ഇവിടെ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഫ്രീ ഷട്ടിൽ സർവീസ് ടു KLIA 2 എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ ഇതാണ് ബസ്. വീതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ 2 പോകാം ഫ്രീ ആയിട്ട്. ഇത് നമ്മുടെ ഡൽഹിയിൽ ഒരു ടെർമിനലിൽ നിന്ന് വേറെ ടെർമിനലിൽ പോകുന്ന പോലെ തന്നെയാണ്. നമ്മൾ പുറത്ത് റോഡിൽ ഇറങ്ങിയിട്ട് കറങ്ങി തിരിഞ്ഞ് പോകണം. ഒരു 10 മിനിറ്റ് എടുക്കും. അങ്ങനെ നമ്മൾ എയർ ഏഷ്യ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ഓ, ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, നല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഹംഗ്രി. എന്താ കഴിക്കുക? ദോശയൊക്കെ ഉണ്ടോ അവിടെ? ദോശയുണ്ട് ഗൈസ്, ദോശയുണ്ട്. അവനവിടെ ദോശ ഇടുന്നുണ്ട്, പക്ഷെ അവിടെ ദോശ ഇല്ല. രാവിലെ കിട്ടുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിനെ കിട്ടുള്ളൂ ഇവിടെ ദോശ. റൊട്ടിച്ചനാക്കി അതെന്നാ പരിപാടിയാ? വൈകിട്ട് കിട്ടൂല ദോശ? ഓക്കെ, എവിടെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എനിക്ക് ദോശ കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടില്ലേ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ താഴെ ABC 1 ബിസ്ട്രോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ അടുത്തായിട്ട്. അവിടെ വന്ന് ഇവിടെ മസാല ദോശ ഉണ്ടെന്ന് പറഞ്ഞ് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. മസാല ദോശയുണ്ട്, ഇവിടെ റൊട്ടിച്ചന അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തന്തൂരി. ഇതൊരു ഇന്ത്യൻ മുസ്ലിം റെസ്റ്റോറൻ്റ് ആണ്. ഇത് നമ്മുടെ ഉഡാൻ കഫേ പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ വലിയ റേറ്റ് ഒന്നും ഇല്ല. ഒരു ദോശയ്ക്കാണ് 120 രൂപയൊക്കെ ഉള്ളൂ. 4 റിംഗറ്റ് അത്രയൊക്കെ ഉള്ളൂ. ഇത് എയർപോർട്ട് തന്നെയല്ലേ മോനെ? മസാല ദോശ നോക്ക്. നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ മസാല ദോശ, നല്ല മണമുണ്ട് കേട്ടോ. സാമ്പാർ, ചട്നി, 2 കൂട്ടം ചട്നി, അടിപൊളി. ഇത് പൊളി. മസാലയ്ക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നമ്മുടെ ടേസ്റ്റ് അല്ല. പക്ഷേ ദോശയൊക്കെ സെയിം, അടിപൊളി. ഉഴുന്നുവടയും കൂടെ വന്ന് അവിടെ പുറത്ത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവട, പരിപ്പട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും വാങ്ങിച്ചു. ഒപ്പം നല്ല ചൂട് ചായയും വന്നിട്ടുണ്ട്, അടിപൊളി. ദോശ, വട, ചായ ഫ്രം കോലാലംപൂർ എയർപോർട്ട്. ഇതായിരുന്നു കേട്ടോ അവിടെ ABC 1 ബിസ്ട്രോ എന്നും പറഞ്ഞുകൊണ്ട് നല്ല ഫുഡായിരുന്നു. ഞാൻ ഒരു മസാല ദോശ, ഒരു വട, ഒരു ചായ കഴിച്ചത് 12.5 റിംഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപ? 12 റിംഗറ്റ് എന്ന് പറയുമ്പോൾ 300 രൂപ. എയർപോർട്ടിൽ നിന്ന് ഒരു മസാല ദോശ, ചായ, സാധനമൊക്കെ അത്രയും പൈസ കഴിക്കാൻ പറ്റും ഇല്ലല്ലോ. ഞാൻ ആക്ച്വലി ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ 8 മണിയായി, 10:30, 8 മണി കഴിഞ്ഞ് 8:30 ആവുന്നു. 10:30 എൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ എയർ ഏഷ്യയുടെ ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ പ്രീമിയം സർവീസസ് എടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ എക്സ്ട്രാ എയർപോർട്ടിൽ നമുക്ക് പ്രയോറിറ്റി ചെക്ക് ഇൻ മാത്രമല്ല, ഇമിഗ്രേഷനിലൂടെ പ്രയോറിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു ആഡ് ഓൺ സർവീസ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ എടുത്തിട്ടും 10,000 രൂപ ടിക്കറ്റ് ആയിട്ടുള്ളൂ. അതായത് എന്താ പറയുക, മറ്റേ ഫ്രണ്ട് റോ സീറ്റ് അത് ഇതെല്ലാം കൂടെ ചേർത്തെടുത്തിട്ട് 10,000 രൂപ ടിക്കറ്റ് ആയിട്ടുള്ളൂ. സാറിന് അതിൽ കൂടുതലാവുന്നതാണ് കോലാലംപൂർ കൊച്ചി. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ സമയത്ത് ഇമിഗ്രേഷനിൽ നല്ല തിരക്കായിരിക്കും.
ഞാൻ ഇതിന് മുമ്പ് പണി പെട്ടിട്ടുള്ള 1.5 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടുണ്ട് ഞാൻ ചില സമയത്ത്. അത് ലക്ക് പോലിരിക്കും. ഇങ്ങോട്ട് ഞാൻ വന്നിറങ്ങുമ്പോൾ ഇമിഗ്രേഷനിൽ തിരക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നേ ഇല്ല. പക്ഷേ ഒരു തവണ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ ഇതേപോലെ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ലക്ക് പോലിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്നു. ഇനി കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് രാത്രി ഞാൻ 12 മണിക്കാണ് കൊച്ചി എത്തുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം. അത് ഫ്ലൈ ചെയ്താണ് പോകുന്നത്. അവിടെ എനിക്ക് 2-3 പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഉറപ്പായിട്ടും അറിയാമല്ലോ ആരൊക്കെയായിരിക്കും എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. നമ്മുടെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ, പിന്നെ BJPയുടെ V മുരളീധരൻ, പിന്നെ നമ്മുടെ വീണ ജോർജ്, മിനിസ്റ്റർ വീണ ജോർജ് LDFൻ്റെ. അപ്പോൾ ഇവരുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി രാവിലെ 11 മണിക്ക് ഞാൻ തിരുവനന്തപുരത്ത് പോകും. ഉച്ചയ്ക്ക് 1 മണിക്ക്, 3 മണിക്ക്, 5 മണിക്ക്, അങ്ങനെ 3 സ്ലോട്ടായിട്ടാണ് പോഡ്കാസ്റ്റ് എടുക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അബിയും പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളും കൂടെ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഡ്രൈവ് ചെയ്തവർ ക്യാമറയും ലൈറ്റും സെറ്റപ്പും പിന്നെ എല്ലാ സംഭവങ്ങളും കൂടെ അവർ തിരുവനന്തപുരത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകും. ഞാൻ ഫ്ലൈറ്റിൽ പോകും. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വരും. അതൊക്കെയാണ് പ്ലാൻ. ശരിക്കും ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമല്ലേ. ഞാൻ ആക്ച്വലി ഇലക്ഷൻ സമയത്ത് എനിക്ക് ഒത്തിരി പോഡ്കാസ്റ്റുകൾ ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ ടൈമിങ്ങും പിന്നെ ഈ പോഡ്കാസ്റ്റിന് വരേണ്ട പൊളിറ്റീഷ്യന്മാരുടെ ടൈമിങ്ങും എല്ലാം കൂടെ ചേർന്ന് ക്ലാഷ് ആയതുകൊണ്ടാണ് പലതും ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ ചാനലില്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ പോഡ്കാസ്റ്റ് ചാനലുണ്ടല്ലോ ഇപ്പം അവർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ പച്ച കളറിലെ പരസ്യം കണ്ടോ, എയറേഷ്യ 3 പറഞ്ഞിട്ട്. ഇത് പണ്ട് റെഡായിരുന്നു, ഇപ്പോൾ ഒരു പച്ച ആക്കിയാന്ന് തോന്നുന്നു. ഈ പച്ച കളറാണ് നമ്മൾ എയറേഷ്യയുടെ നേരത്തെ കണ്ട ആ വിമാനത്തിൽ നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ ആ ഷോപ്പിംഗ് മോളിൽ നിന്നും വി ആർ എൻറ്ററിങ് ദ ചെക്ക് ഇൻ ആൻഡ് ഡിപ്പാർച്ചർ ഏരിയാസ് ഓഫ് എയറേഷ്യ. ഇവിടെ എയറേഷ്യയുടെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ, കോലാലംപൂർ വഴി പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഹാൻഡ് ബാഗ് 7 കിലോ ആണോ എന്ന് കറക്റ്റ് നോക്കണം. ഇല്ലെങ്കിൽ ഇവന്മാർ കൊല്ലും, ഭയങ്കര ചാർജ് വാങ്ങിക്കും. 7 കിലോയിൽ കൂടുതൽ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ. നിങ്ങൾ ട്രോളി ബാഗൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ എടുത്തില്ലെങ്കിൽ ഇവന്മാർ കൊല വിളിക്കും. ഇന്ന് തിരക്ക് തീരെയില്ലായിരുന്നു ഗൈസ്. ഞാൻ ഷടി എന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നു. അപ്പോൾ നമുക്കിവിടെ ലോഞ്ച് ഉണ്ട്, ലോഞ്ചിൽ കയറിയിരിക്കാം. ഞാനിവിടെ ലോഞ്ചിൽ വന്ന് കയറിയിരുന്നേ. ഭക്ഷണം കഴിച്ചല്ലോ, ഇനി ഭക്ഷണമൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ റിലാക്സിങ് ഏരിയ എന്നും പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ചെറിയ ലോഞ്ചാണ്, തട്ടിക്കൂട്ടല്ല സെറ്റപ്പ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സമയം ഇപ്പോൾ 8 ആയതേ ഉള്ളൂ. മെൽബണിൽ രാത്രി 11 ആയി. അപ്പോൾ ഞാൻ ദൈവമേ 6 മണിയും. അപ്പോൾ 12, 1, 2, 3, 4, 5. മെൽബണിൽ രാവിലെ 5:30ക്കാണ് ഞാൻ ഇന്ത്യയിലെത്തുക. അതായത് ഇന്ത്യയിൽ രാത്രി 12 മണി. വിമാനത്തിൽ കയറാൻ പോവാണ്. 10 മണി ആയതേ ഉള്ളൂ. 10:30 വിമാനം 10 മണിക്ക് ആൾക്കാർ ഫുള്ള് കയറ്റി. ഞാൻ അവസാനം കയറി. ലാസ്റ്റ് കണ്ട നോക്കൂ, എല്ലാവരും കയറി. ലാസ്റ്റ് പാസഞ്ചർ ഗൈസ്, ലാസ്റ്റ് പാസഞ്ചർ. അങ്ങനെ എയറേഷ്യയിൽ കയറി ഗൈസ്. എയറേഷ്യയുടെ ഫ്രണ്ട് സീറ്റ് പുറകിലൊക്കെ കാലിയാണ്. റട്ട് കാണുന്ന സാധനങ്ങളൊക്കെ മിക്കതും കാലിയാണ്. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് 4 മണിക്കൂറുണ്ട് എനിക്ക് കൊച്ചി. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഫുഡൊക്കെ കിട്ടും, ബിരിയാണിയൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് വേണ്ട, കഴിക്കത്തില്ല. അയ്യോ, നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഉറങ്ങണം. കൊച്ചി എത്തിയിട്ട് കാണാം. രാത്രിയിൽ ഇന്ത്യൻ സമയം 11:45, മെൽബൺ സമയം രാവിലെ 5:15. ഞാൻ കൊച്ചി എത്തി ഗൈസ്. ഈ സാധനം കണ്ടോ ഗൈസ്? ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതല്ലേ. ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. ഇവർ ഫ്ലൈറ്റിൽ ഡെലിവറി ചെയ്ത് തന്നു വിമാനത്തിൽ. പോരെ, സിമ്പിൾ. സോ ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു കൊച്ചി. നോക്കൂ, എന്നെ രാത്രി ആരാ പിക്ക് ചെയ്യാൻ വന്നത് നോക്കൂ. യെസ്, കൊച്ചിയിൽ വന്നിട്ട് ബാക്കി വണ്ടി ഓടിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. രാത്രി 12:30 ആയി. ശരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? എന്റെ സ്വന്തം കാർ ഓടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നേരെ തിരുവനന്തപുരത്തേക്ക് പോയാൽ പോരായിരുന്നു. അയ്യോ, നേരത്തെ ടിക്കറ്റ് എടുത്തിരുന്നു കൊച്ചിയിലേക്ക്. പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഭയങ്കര ക്ഷീണമല്ലോ, നീ ക്ഷീണിച്ചല്ലോ. റിയലി? എനിക്ക് വയ്യ. കീപ് ഗോയിങ്, ഓൾ ദി ബെസ്റ്റ്. ശ്വേത കണ്ടോ ഗൈസ്? ശ്വേത ഭയങ്കര ഡയറ്റ് ആണെന്ന് തോന്നുന്നു. ശ്വേതക്കൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോ ഋഷി അവിടെ ഉറക്കമാണ്. രാത്രി ഇപ്പൊ 1 മണിയായില്ല, 12:30 മണിയായി. 12:30. ശ്വേതക്ക് ഭർത്താവ് എന്താ വാങ്ങിച്ചോണ്ട് വന്നാ നോക്കിയേ, കണ്ടാ? പിടിച്ചോ. അപ്പൊ ശരി ഗൈസ്. ഹലോ ഗായ്സ്, ഹായ്. ദേ ഋഷിക്കുട്ടൻ. എന്താ സ്കൂളിൽ പോയിട്ട് അമ്മ സോക്സ് ഇട്ട് കൊടുക്കുന്നു, അപ്പ മുടി കൊടുക്കുന്നു. എന്നാ വേണ്ടേ? സ്കൂളിൽ പോവാൻ പോവാ. സ്കൂളില മമ്മ കൊടുത്ത അമ്മൂമ്മ. ഇനി എന്നാ വേണ്ടേ? അവൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്നാ മതി. എല്ലാം വന്നോളൂ, ഒന്നും അറിയണ്ടല്ലോ അല്ലേ?
എള്ളമത്തെ ആ പിന്നല്ല അവ സ്കൂളിൽ പോയിട്ട് കേട്ടോ. അപ്പ തിരുവനന്തപുരത്ത് പോവാ. എവിടെ പോവാ? അപ്പ പോയിട്ട് രാത്രി വരുവേ. ചുമ്മാ വെറുതെ പോഡ്കാസ്റ്റ് എടുക്കാൻ പോവാ. പെട്ടി ഇവിടെ ഉണ്ട്. പെട്ടിക്കകത്തൊന്നും ഇല്ല കാര്യമായിട്ട്. ഇത്തവണ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഋഷിക്ക്. ലെഗോസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ എനിക്കല്ലേ ഉമ്മാരാണ്ട, ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്. ആ അപ്പൊ ക്യാമറയിലാണോ ഉപയോഗം കൊടുക്കുന്നത്? എനിക്ക് ഇവിടെ ഉമ്മ വന്നാൽ മതി. പോനെ